ഹായ് ഫ്രണ്ട്സ്, അൺസെറ്റ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുറച്ച് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചാനലിൽ ഞാൻ കൂടുതലായിട്ടും സെയിൽ വീഡിയോ ആണ് ഇടാറുള്ളത്. ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ള ചെടികളാണ്. ഇതിൽ നിന്നൊക്കെ വേർതിരിച്ച് കുറേ ചെടികൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നുമാണ് ഞാൻ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട ചെടിയുടെ ഫോട്ടോസ് എടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. DTDC കൊറിയർ വഴിയാണ് ഞാൻ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത്. കേരളത്തിലേക്കാണെങ്കിൽ 60 രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് ഒരു കിലോയ്ക്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ ചെടിയാണ് സെയിലിനായിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് വേനൽക്കാലത്തും നമ്മൾക്ക് നല്ല രീതിയിൽ ചെടിയിൽ ചൂട് ഇപ്പോൾ സഹിക്കാൻ പറ്റാത്ത ചൂടാണല്ലോ. അപ്പോൾ ചെടികൾ നല്ല രീതിയിൽ ഉണ്ടാവണമെങ്കിൽ കുറച്ച് ഷെയ്ഡിലേക്ക് മാറ്റേണ്ടതാണ്. ഒക്കെ ഞാനിതൊക്കെ കുറച്ച് ഷെയ്ഡുള്ള ജാഗയിലേക്ക് സ്ഥലത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ അടുത്തിടെ ഉണ്ടായ ഒരു അനുഭവമാണ്. ഈ ചെടിച്ചട്ടികളൊക്കെ ഇടയിലേക്ക് നമ്മൾ പെട്ടെന്ന് കൈയൊക്കെ ഇടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പോൾ ചൂടുകാലത്ത് ജന്തുക്കളൊക്കെ വന്നിട്ട് അതിൻ്റെ ഇടയിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുപോലെ ഒരു പാമ്പ് ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ചൂട് കാരണം സഹിക്കാൻ കഴിയാത്ത ആകുമ്പോഴേക്കും ഇതിൻ്റെ ഇടയിലേക്ക് വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോയ്ക്കിടയിൽ ഞാൻ അതും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു സിങ്കോണിയമാണ്. ഈ ഒരു സിങ്കോണിയത്തിന് 30 രൂപയാണ് വില വരുന്നത്. ഇതൊരു പീസ് ലില്ലിയുടെ ചെടിയാണ്. ഇതിന് ഒരെണ്ണത്തിന് 30 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഈ ഒരു ചെടിയാണ്. ഇവിടെ സ്പൈഡർ പ്ലാന്റിന് 20 രൂപയാണ് വില വരുന്നത്. ഇതുപോലെ ഇങ്ങനെ വന്നാൽ നമുക്കതിൽ നിന്നും ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരു ചെടിയിൽ നിന്ന് തന്നെ കുറേ ചെടികൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ചെടിക്ക് 50 രൂപയാണ് വില വരുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ നിറയെ കുഞ്ഞു തൈകൾ വരുന്നതാണ്. നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ നല്ല പറ്റിയ ഒരു ചെടിയാണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിന് കട്ടിങ്സിന് 20 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതിൻ്റെയും കട്ടിങ്സിന് 20 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഈ ഒരു ചെടിയാണ്. ഇതിന് 30 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഈ ഒരു മണി പ്ലാന്റ് ആണ്. ഇതിന് 10 രൂപയാണ് വില. അടുത്തത് ഈ ഒരു ഫിലോഡെൻഡ്രോൻ്റെ ഈ ഒരു ചെടിയാണ്. ഇതിന് 40 രൂപയാണ് ഇതിൻ്റെ ഒരു ചെറിയ ചെടിക്ക് വില വരുന്നത്. ഈ വലിപ്പത്തിലുള്ള ചെടിയായിരിക്കും 40 രൂപയ്ക്ക് തരുന്നത്. 1-2 ചെടികളുണ്ടായിരിക്കും. അടുത്തത് ഈ ഒരു ചെടിയാണ്. ഇതിൻ്റെ ഒരു ചെടിക്ക് 20 രൂപയാണ് വില വരുന്നത്. ഇതിൽ നിറയെ മഞ്ഞപ്പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ്. നല്ല രസമാണ് ഈ പൂക്കൾ കാണാൻ. അടുത്തത് ഈ ഒരു ബിഗോണിയ ചെടിയാണ്. ഈ ഒരു ബിഗോണിയക്ക് 40 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഈ ഒരു ബിഗോണിയാണ്. ഇതിന് 30 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഈ ഒരു കലേഡിയമാണ്. ഈ ഒരു കലേഡിയത്തിന് 40 രൂപയാണ് വില.
അടുത്തത് എരപ്പിഷയാണ്. ഇതിന് 20 രൂപയാണ് വില. അടുത്തത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ചെടിയാണ്. ഇതിൻ്റെ ഒരു ഷൂട്ടിന് 30 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഈ ഒരു ചെടിയാണ്. ഇതിന് ഒരു ഷൂട്ടിന് 50 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഈ ഒരു ലക്കി ബംബുവിൻ്റെ ഒരു ചെടിയാണ്. ഇതിൻ്റെ ഒരു ചെടിക്ക് 20 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഈ ഒരു ചെടിയാണ്. ഇതിന് ഒരു ചെടിക്ക് 20 രൂപയാണ് വില വരുന്നത്. അടുത്തൊരു ഈ ഒരു ബിഗോണിയയാണ്. ഇതിന് 40 രൂപയാണ് വില. നല്ല പിങ്ക് നിറത്തിലുള്ള നിറയെ പൂവുണ്ടാകുന്ന ഒരു ബിഗോണിയയാണ്. അടുത്തത് ഫിലോഡെൻഡ്രോൻ്റെ ഈ ഒരു ചെടിയാണ്. ഇതിന് 40 രൂപയാണ് വില. അടുത്തത് ഈ ഒരു സിങ്കോണിയമാണ്. ഇതിന് 20 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഈ ഒരു കലേഡിയമാണ്. ഇതിന് 40 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഈ ഒരു ചെടിയാണ്. ഇതിന് 40 രൂപയാണ് വില. അടുത്തത് ഈ ഒരു ചെടിയാണ്. ഇതിന് 40 രൂപയാണ്. ഇതിൻ്റെ ഇലയൊക്കെ നല്ലൊരു പ്ലാസ്റ്റിക് പോലെയാണ് നമുക്ക് കാണാൻ. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണിത്. അടുത്തത് ഈ ഒരു സ്നാക്ക് പ്ലാന്റാണ്. ഇതിന് 30 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഈ ഒരു ചെടിയാണ്. ഇതിന് 20 രൂപയാണ് വില. അടുത്തത് ഈ ഒരു ചെടിയാണ്. ഈ ചെടിക്ക് 80 രൂപയാണ് വില വരുന്നത്. യൂഫോർബിയയുടെ ഈ ഒരു ചെടിക്ക് നല്ല വലിപ്പത്തിലുള്ള പൂവാണ് ഇതിൻ്റെത്. അടുത്തത് യൂഫോർബിയയുടെ ഈ ഒരു ചെടിയാണ്. ഇതിന് 30 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഈ ഒരു ചെടിയാണ്. ഇതിന് 30 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഈ ഒരു ചെടിയാണ്. ഇതിന് 20 രൂപയാണ് വില. അടുത്തത് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു ചെടിയാണ്. ഇതിന് 50 രൂപയാണ് ഒരു ചെടിക്ക് വില വരുന്നത്. ഇതിൻ്റെ പൂക്കളൊക്കെ നല്ല വലിപ്പത്തിൽ ഒരു 2 മാസത്തോളം നിൽക്കുന്ന പൂക്കളാണ്. അടുത്തത് ഫിലോഡെൻഡ്രോൻ്റെ ഈ ഒരു ചെടിയാണ്. ഇതിന് 30 രൂപയാണ് വില. നല്ല ബുഷിയായിട്ടുള്ള ചെടി തന്നെയാണിത്. ഇതിന് 30 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഈ ഒരു ചെടിയാണ്. ഇതിൻ്റെ ഒരു ഷൂട്ടിന് 30 രൂപയാണ് വില. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇന്ന് സെയിലിനായിട്ടുള്ള ചെടികൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ചെടി ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക. ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ചെടികൾ തൊടുമ്പോഴൊക്കെ അതിലൊക്കെ ഒരു വടി ഉപയോഗിച്ച് ഇതുപോലെ തട്ടി നോക്കുന്നത് നല്ലതാണ്. അല്ലാതെ പെട്ടെന്ന് പോയിട്ട് അതിലേക്ക് കൈയിടാൻ നിൽക്കരുത്. ചൂടുകാലത്ത് അതിൻ്റെ ചുവട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. മഴക്കാലമായതുകൊണ്ട് നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാത്തതുപോലെ തന്നെ ഇഴജന്തുക്കൾക്കും ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അതിൻ്റെ തണുപ്പ് കിട്ടുന്ന ഏതെങ്കിലും സ്ഥലത്ത് വന്നായിരിക്കും അത് കിടക്കുന്നത്. അപ്പോൾ അതിനും പേടിയുണ്ടാവുമല്ലോ.
അപ്പോൾ നമ്മളതിൻ്റെ കൈയൊക്കെ തട്ടുന്ന സമയത്ത് അത് നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കും, അതിൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലും. അപ്പോൾ നമ്മൾ ജാഗ്രത പുലർത്തുക. കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ചൂട് കാരണം എത്ര വെള്ളം ഒഴിച്ചാലും മതിയാവാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അല്ലേ. ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ള കുറേ ചെടികളാണ്. ഇപ്പോൾ വല്ലാത്ത ചൂട് കാരണം ഇപ്പോൾ ഇതിലൊക്കെ പൂക്കളൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. കാരണം നല്ല ചൂടാണല്ലോ. ഇപ്പോൾ ചൂട് ചെടികൾക്കും താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇതൊക്കെ ഞാൻ ഷെയ്ഡിലായിട്ട് വെച്ചിട്ടുള്ളതാണ്. എല്ലാത്തിനെയും ഷെയ്ഡിലായിട്ട് വെക്കാനുള്ള സ്ഥലം മതിയാവില്ലല്ലോ. അപ്പോൾ കൂടുതൽ വെയിൽ ആവശ്യമുള്ള ചെടിയൊക്കെ മാത്രമാണ് ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുള്ളത്. അല്ലാത്ത ചെടിയൊക്കെ അഗ്ലോണിമ ടൈപ്പിലുള്ള